ഇനി കൊച്ചിയിലേക്ക് പോയാൽ കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ വിദേശത്തെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഫാഷൻ ഷോയിൽ പങ്കെടുപ്പിക്കാൻ എന്ന വ്യാജേനയാണ് മോഡലുകളെ ദുബായിൽ എത്തിച്ചത്. ഇതിനായി സെലിബ്രിറ്റികളെ ഉപയോഗിച്ച പ്രതി അലീന പരസ്യം ചെയ്തു. അറസ്റ്റിലായ സിന്ധു യുവതികളെ ദുബായിൽ എത്തിച്ചു. യുവതികളെ ലഹരി നൽകി ക്രൂര പീഡനത്തിനിരയാക്കിയതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി യുവതികളെ പലർക്കായി കാഴ്ചവെച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നു. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ എഫ്ഐആറിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. മോഡലിംഗിന്റെ മറവിൽ വിദേശത്തെത്തിച്ച കൂട്ടബലാത്സംഗം ചെയ്തു, വലിയ രീതിയിലുള്ള മനുഷ്യക്കടത്ത് നടന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൽ എത്രത്തോളം പേർ ഈ സംഘത്തിന്റെ പിടിയിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ 3 പ്രതികളാണ് ഇതോടുകൂടി പിടിയിലായിരിക്കുന്നത്. ഇന്നലെ 2 പേരും ഇന്ന് ഒരാളുമാണ് പിടിയിലായത്. ഇന്നലെ അലീന, സിന്ധു എന്നിവരാണ്. സിന്ധു മുംബൈയിൽ നിന്നുമാണ് പിടിയിലായത്. എറണാകുളത്ത് നിന്നാണ് അലീന പിടിയിലാവുന്നത്. ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചോട് കൂടിയാണ് മഞ്ചേരി പൊന്നാനിയിൽ നിന്നും ഒരു യുവതി കൂടി, മഞ്ജിമ കൂടി പിടിയിലാവുന്നു. അങ്ങനെ ഇപ്പോൾ 3 പേർ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഇതിന്റെ കീഴിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെയായിട്ട് പറയുകയാണെങ്കിൽ സിന്ധു ആണ് മുഖ്യപ്രതിയായിട്ട് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്, ഈ ഒരു സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഇടങ്ങളും ഉണ്ടാകും എന്നുള്ള വ്യക്തമാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരാതിയോട് തന്നെ ഇവർ പിടിയിലാവുന്നത് തന്നെ കൂടുതൽ പരാതികളും എത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ മോഡലുകളെ വിദേശ സെക്സ് റാക്കറ്റിൽ കെണിയിൽപ്പെടുത്തുന്നതാണ് കേസ് എന്ന് പറയുന്നത്. മോഡലുകളെ ഇവർ അലയിലാക്കിക്കൊണ്ട് വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കടത്തുകയാണ്. അതിൽ സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് അലീന പരസ്യം കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്തിച്ചതിനു ശേഷം ക്രൂര പീഡനത്തിന് ഇരയാക്കുകയും തുടർന്ന് ഇതിൽ മുഖ്യപ്രതി അലീനയാണോ? അലീനയുടെ നേതൃത്വത്തിലാണോ ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തത്? ദിവ്യ, എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് സിന്ധു ആണ് മുഖ്യപ്രതി എന്നുള്ളതാണ്. അലീന നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയ കേസിലെ പ്രതി കൂടിയാണ്. ഇതിനു മുന്നേ ഒരു വെട്ട് കേസിലും അലീന പ്രതിയാണ് എന്നുള്ളതാണ്. അപ്പം സിന്ധുവിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര വ്യക്തമല്ല എന്നുള്ളതാണ്. മുഖ്യപ്രതി സിന്ധു ആണ് എന്നുള്ളതാണ് എഫ്ഐആറിൽ വ്യക്തമാക്കിയത്. ഇവരെ കടത്തുന്നത് ഇവരെ ദുബായിലേക്ക് എത്തിക്കുന്നത് സിന്ധു ആണെന്നും അതുപോലെ തന്നെ ഈ പീഡനത്തിന് ഇരയാക്കുമ്പോൾ പോലും സിന്ധുവും അലീനയും ദുബായിൽ ഉണ്ടായിരുന്നതായും പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയോ ഒരു രക്ഷപ്പെട്ടതാണ് എന്നുള്ള കാര്യമാണ്. എന്തോ ഒരു ഭാഗ്യവശാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതായോ അതുകൊണ്ടാണ് ഈ ഒരു പരാതി നൽകുകയും ഈ ഒരു കേസിലേക്ക് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത്. അപ്പോൾ ഇനിയും ഇതിന് ഇരയായവർ കൂടുതൽ പരാതികളായി മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. നിരവധി പേർ ഈ സംഘത്തിന്റെ വലയിലായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഫാഷൻ ഷോയിൽ പങ്കെടുപ്പിക്കാം എന്ന വ്യാജേനയാണ് കേരളത്തിൽ നിന്ന് നിരവധി മോഡലുകളെ ദുബായിൽ എത്തിച്ചത്. അങ്ങനെ അവിടെ എത്തിച്ച വലിയ രീതിയിലുള്ള ബലാത്സംഗത്തിനെതിരെ ഇരയാക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുകയും ഫോണിൽ പകർത്തി അത് കാട്ടി ഭീഷണിപ്പെടുത്തുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നിലവിലിപ്പോൾ 3 പേർ പിടിയിലായിരിക്കുന്നു. സിന്ധു എന്ന യുവതിയാണ് ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത്. അപ്പോൾ സിന്ധു പിടിയിലായിട്ടുണ്ട്. സിന്ധുവിനെ ഇന്ന് കേരളത്തിലെത്തിക്കുകയും ചെയ്യും. വിശദാംശങ്ങളാണ് ആര്യ വിനോദ് നൽകിയത്.